നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്തായല്ലോ. ക്രിസ്ത്യാനോ ഇനിയൊരു യൂറോ കപ്പ് കളിക്കാനുണ്ടാവില്ല. ഇനിയൊരു പോർച്ചുഗൽ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം എന്തായാലും ഇതുവരെ വിരമിക്കൽ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ക്രിസ്ത്യാനോക്ക് മുമ്പ് പോർച്ചുഗൽ എങ്ങനെയായിരുന്നു വേൾഡ് കപ്പുകളിലും അതുപോലെ യൂറോ കപ്പുകളിലുമൊക്കെ. ക്രിസ്ത്യാനോക്ക് ശേഷം എന്ന് പറയേണ്ട, കാരണം ശേഷം എന്ന് പറയാൻ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുശേഷം കളികളൊന്നും നടന്നിട്ടുമില്ല. അപ്പോൾ വിത്ത് ക്രിസ്ത്യാനോ എന്ന് നോക്കാം. അപ്പം ബിഫോർ ക്രിസ്ത്യാനോ, വിത്ത് ക്രിസ്ത്യാനോ പോർച്ചുഗലിനുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? പോർച്ചുഗീസ് ഫുട്ബോളിന്റെ മാറ്റം എന്താണ്? ക്രിസ്ത്യാനോ വന്നതിന് ശേഷം വലിയ മാറ്റം ഫുട്ബോളിന് ഉണ്ടായിട്ടുണ്ട് പോർച്ചുഗൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ മുമ്പ്, ക്രിസ്ത്യാനോ പോർച്ചുഗലിനായിട്ട് കളിക്കുന്നതിന് മുമ്പ് അവരാകെ ക്വാളിഫൈ ചെയ്തിരുന്നത് 3 വേൾഡ് കപ്പുകൾക്കാണ്. 3 യൂറോ കപ്പുകളും അവർ കളിച്ചിട്ടുണ്ടായിരുന്നു ബിഫോർ ക്രിസ്ത്യാനോ. ഒരൊറ്റ മേജർ ട്രോഫീസും ആ രാജ്യത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനോ വന്നതിന് ശേഷമോ ക്വാളിഫൈഡ് ഫോർ 5 വേൾഡ് കപ്സ്. അതിനുശേഷമുള്ള എല്ലാ വേൾഡ് കപ്പുകൾക്കും അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 6 യൂറോ കപ്പുകൾക്ക് അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 2 മേജർ ട്രോഫീസ് ക്രിസ്ത്യാനോയുടെ സാന്നിധ്യത്തിൽ അവർ നേടിയിട്ടുണ്ട്. ഒന്ന് യൂറോ കപ്പും മറ്റൊന്ന് യുവേഫ നേഷൻസ് ലീഗും. സോ ലെജൻഡ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ക്രിസ്ത്യാനോയാണ് പോർച്ചുഗീസ് ഫുട്ബോളിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. വലിയ രൂപത്തിലുള്ള മീഡിയ അറ്റൻഷൻ ഇന്ന് പോർച്ചുഗീസ് ടീമിന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോയുടെ സാന്നിധ്യം കൊണ്ടാണ്. ഇനി ക്രിസ്ത്യാനോക്ക് ശേഷം എന്താവും അത് കണ്ടറിയേണ്ട കാര്യമാണ്. ഒരുപാട് പ്രതിഭകൾ പോർച്ചുഗീസ് ദേശീയ ടീമിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ക്രിസ്ത്യാനോയോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരാൾ ഇനി അവിടെ ജനിക്കുമോ? കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.